നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും റെഡി ചെയ്താലോ. കഴിഞ്ഞ പ്രാവശ്യം ഷൈനിങ് സ്റ്റാറാണ് ചെയ്തത്. ഇന്ന് നമുക്കൊരു പെൻ ഹോൾഡർ തന്നെ ആക്കാം. അതിനായിട്ട് ഇതെല്ലാം ആവശ്യമുള്ളത് പറയാമെന്ന് നേരെയില്ല, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചാർട്ട് പേപ്പർ, സ്റ്റിക്കി നോട്ട്, പശ, അതുപോലെ തന്നെ കത്രിക. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ആരി വർക്കിൻ്റെ ഒരു സൂചിയാണ്. അതിന് പകരമായിട്ട് ബ്രഷോ പെൻസിലോ എന്ത് വേണേൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റിക്കി നോട്ടല്ലേ, ആ സ്റ്റിക്കി നോട്ടെല്ലാം ഇതേപോലെ ചുരുട്ടിയെടുത്ത് വക്കൊന്നൊക്കെ മുറിച്ചെടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. സ്റ്റിക്കി നോട്ടിൽ സ്റ്റിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ബില്ല് പ്രസ്സിൽ ഒട്ടിക്കാൻ പശൻ്റെ ഒരു ആവശ്യമില്ല, തീരെ ചിലവില്ല. പിന്നെ നമുക്ക് ഇതേപോലെ എല്ലാ കളറും ചെയ്യാം. ലാസ്റ്റോട്ട് ഞാൻ ഫുള്ള് ടേബിൾ ഒട്ടിച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്തെടുത്ത ശേഷം നമുക്ക് നേരത്തെ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ചാർട്ട് പേപ്പറിൽ ഈ സ്റ്റിക്കി നോട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. പശ വെച്ചിട്ട് ഫെവിക്കോളായാലും ഏതെങ്കിലും പ്രശ്നമില്ല. ഞാൻ ഫസ്റ്റ് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കാൻ വിചാരിച്ചത്, പക്ഷേ എല്ലായിടത്തും ഗ്ലൂ ഗൺ ഉണ്ടാണെന്ന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഇപ്പം ഫെവിക്കോള് എന്താ പ്രശ്നം വെച്ചാൽ ഗ്ലൂ ഗണ്ണാകുമ്പോൾ 2 മിനിറ്റിന് ഉണങ്ങും. പക്ഷേ ഫെവിക്കോൾ അങ്ങനെയല്ല, വേഗമൊന്നും ഉണങ്ങത്തില്ല. ഉണങ്ങുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചളവാട വീണ് പോകും. അതുകൊണ്ട് ഉണങ്ങിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ചുരുട്ടിയ എല്ലാ സ്റ്റിക്കി നോട്ട്സും ഇതേപോലെ കളർ വേസായിട്ട് ഒട്ടിച്ചെടുക്കുക. 4 എണ്ണം ഒരു കളറും അതിനുശേഷം വരുന്നത് വേറെ കളർ. അങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സെറ്റാക്കും. അപ്പോൾ ഈ ചുരുട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. പക്ഷെ കുറേ ചെയ്യുമ്പോൾ അങ്ങ് മടുക്കും, ബോറായിരിക്കും. എന്നാൽ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നീളം നോക്കുമ്പോൾ തീരെ നീളമില്ല ഗൈസ്. പിന്നെ എന്ത് ചെയ്യാനാ, വീണ്ടും ഞാൻ ചുരുട്ടിയെടുത്ത് കുറേ എണ്ണം ആ വീടെടുത്തില്ല കേട്ടോ, ആ ക്ലിപ്പ് പോയി. അപ്പോൾ എന്തായാലും ആ വീണ്ടും ചുരുട്ടിയെടുത്ത സ്റ്റിക്കി നോട്ടും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ഒട്ടിച്ചെടുത്ത് കുറച്ചും കൂടി നീളം വെച്ചാൽ നമ്മൾ പെൻ ഹോൾഡർ അടിപൊളിയായിരിക്കും. ഇനിയുള്ള വീഡിയോസിൽ നമ്മളെ കൂട്ടായിട്ട് ഈ പെൻ ഹോൾഡർ ഉണ്ടാകും കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അധികം പ്രസ് ചെയ്താൽ പിന്നെ പോവും. എനിക്കെന്തോ പോലെ ആയിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അധികമുള്ള പോർഷൻസ് ഉണ്ടല്ലോ ചാർട്ടിൻ്റെ അധികമുള്ള പോർഷൻസ് ഒന്ന് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ഫൈനൽ ലുക്ക് സെറ്റ് ആയിട്ടുണ്ട്. പെൻ ഹോൾഡർ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. അപ്പോൾ റെഡ് ഹാർട്ടും കൂടി. അപ്പോൾ ശരി, ബൈ.